ഒന്നിൽ മറ്റൊരു സാധ്യത കൂടി പറയുകയാണ്. നമ്മൾ ഈ ലക്ഷ്മി പോലുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ അകത്ത് 50 ദിവസം നിന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വൈൽഡ് കാർഡിൽ കുറച്ച് ദിവസം നിന്ന ഒരാളെന്ന രീതിക്ക് കണ്ടന്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ എടുത്തു പറയാൻ മാത്രമുള്ള ഒരു കണ്ടന്റ് എന്നുള്ളത് ഒനിയിലിൻ്റെ ഒരു വിഷയവും ആദില നൂറയുടെ ഒരു വിഷയവും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ഒരു വിഷയങ്ങളിലും ഇടപെടാത്ത ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി. അത് മാത്രമല്ല, ഇതിന് മുൻപത്തെ ഒരു സീസണിൽ വന്നുള്ള ഈ ഹോമോഫോബിക് ആയിട്ടുള്ള വ്യക്തിയും ഈ പറഞ്ഞ പോലെ ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പുറത്തേക്ക് മറ്റൊരു ഇടപെടൽ നടത്താത്ത വ്യക്തികളാണ്. ഇവരൊക്കെ തന്നെ ഈ ഒറ്റൊരു ഫാൻസി എന്ന പോലെ കരുതുന്ന ഈ വിഷയത്തിൽ മാത്രമാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളതും അതിൽ ഹിറ്റായിട്ടുള്ളതും, അതിൽ ഹിറ്റെന്ന് ഇവർ അവകാശപ്പെടുന്നതും. എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇതിൽ മാത്രം ഒതുങ്ങി പോകാനും ഇതിൽ മാത്രം നിന്നുകൊണ്ട് ഫെയിം ആവാനും പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഗൂഗിൾ വായിച്ച് വിവരം വെക്കുന്നത് ഒരു വ്യത്യാസമില്ലേ? അതായത് സർഫസ് ലെവൽ നോളജ്, പുസ്തകം വായിക്കാതെ കൂടുതൽ ആശയങ്ങളൊന്നും പഠിക്കാണ്ട് ഇപ്പൊ എന്ത് വർക്ക് ചെയ്യും, എന്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ കളിയിൽ എനിക്ക് മുന്നോട്ട് പോകാം, ആരുടെ സപ്പോർട്ട് കിട്ടും, ആരാണ് എന്നെ പിന്തുണക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ കയ്യടി മേടിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതിലൊന്നും പ്രത്യേകിച്ച് മാസ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യത്തിന് ലക്ഷ്മിയെ ഓപ്പൺ ആയിട്ട് ഒരു വെല്ലുവിളിക്കാനുള്ള എന്റെ മുമ്പിൽ വന്ന ഒരു ചർച്ചയ്ക്ക് ഇരിക്കൂ, ഡിബേറ്റിന് വേണ്ടി ഞാൻ ലക്ഷ്മിയെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ലക്ഷ്മി മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ തോറ്റുപോകും എന്നുള്ളത് പ്രേക്ഷകരടക്കമുള്ള എല്ലാ മനുഷ്യർക്കും കൃത്യമായിട്ട് അറിയാന്നുള്ളതാണ്. ഇത് നാദിറ പറയുന്നുണ്ടല്ലോ, ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ അത് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വന്ന കമന്റ്സ് എന്നെ ബാധിക്കാൻ അനുവദിക്കില്ല. കാരണം പണ്ടേ എന്നെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന കാരണം പച്ചക്കെല്ലാം തിരിച്ചു പറയും. ഞാൻ എന്റെ ഈ ബിഗ് ബോസിൽ പ്രൊമോയിലും പറഞ്ഞു, ഞാൻ ഐ എം റോ, ഐ ലൈക്ക് ഇറ്റ് റോ, അതുപോലെ തന്നെ ഞാൻ നിൽക്കും, അതുപോലെ തന്നെ ഞാൻ നിന്നോളൂ. അതിലൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒബിയസ്ലി ഡിഫെൻഡ് ചെയ്ത് നമ്മൾ അത് ആ രീതിയിൽ ചെയ്യുന്നത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നത്തിൽ പ്രതികരിക്കണമെങ്കിൽ ഈ ലക്ഷ്മിയോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗെയിമില്. ഞാൻ ഈ ഇറങ്ങുന്നതിന് തലേദിവസം വരെ ലക്ഷ്മി ഷാനവാസും തമ്മിലെ രീതിയിൽ ലക്ഷ്മിനെ ലൈക്ക് ഈ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ വിചാരം ലക്ഷ്മിയുടെ പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ഭയങ്കര ഗംഭീരമാണെന്ന് പറഞ്ഞത്. ആ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും വലിയ പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്ന ആളാണ് റെന. ഞാൻ റെനയെ ഗെയിമറായിട്ട് അംഗീകരിക്കുന്നു. റെനയും ലക്ഷ്മിയും കൂടി ലൈക്ക് എവിക്ഷനിൽ വന്നപ്പോഴത്തേക്കും ഒരാളും കരുതിയില്ല റെന പോകുന്നു. അത് ഈ പറഞ്ഞ പോലെ അപ്പൊ ലക്ഷ്മിയൊക്കെ എന്നേ പോകേണ്ട ആളായിരുന്നു. ലക്ഷ്മിയൊക്കെ എന്തുണ്ടായിട്ടാണ് ഒരു ടാസ്ക് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. ക്യാപ്റ്റൻസിയിൽ ഒരു തവണ മാത്രമാണ് വന്നത്, അത് ഈ അടുത്തെങ്ങാണ്ട്. അത് എല്ലാവർക്കും ലേഡി ക്യാപ്റ്റൻ വേണമെന്ന് പറഞ്ഞ ഒരു പരിഗണന ചൂസ് ചെയ്ത കാരണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതിലേക്ക് ലക്ഷ്മി ഒതുങ്ങിക്കൂടാൻ വേണ്ടി അപ്പൊ ആദില നൂറയുടെ അടുത്ത് ഫേക്ക് ആയിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കയറ്റാന്നൊക്കെയുള്ള രീതിയിലൊക്കെ നടക്കുന്ന ആ സമയത്താണ്. അപ്പൊ എന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് അവരെ വീട്ടിൽ കയറ്റില്ല എന്നാക്കി. ഇപ്പൊ ഈ ഓരോ സമയത്ത് ഓരോ നിലപാട് പറയുന്ന ആൾക്കാരെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ വിൽ വി ടേക്ക് ദം സീരിയസ്ലി? നമുക്ക് അവരെ സീരിയസ്ലി എടുക്കാൻ പറ്റില്ല. നേരത്തെ തന്നെ ഒരു കാണാത്ത വിഷയത്തിന് മസ്താനിയുടെ വിഷയം അതൊരു കണ്ടന്റ് ആക്കണോന്നും പറഞ്ഞിട്ട് കണ്ടന്റ് ആക്കിയതാണ്. നേരത്തെ തന്നെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ ഉള്ളി കേസ് ഒക്കെ ഉള്ളൂ, വലിയ കേസ് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കേസ് ഇതാണ്, കാണാത്ത ഒരു സാധനത്തിന് കേസ് ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ വീണ്ടും ഷാനവാസിന്റെ തലയിൽ ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വിഷയത്തിൽ ഒന്നും കാണാതെ വന്നിട്ട് ഷാനവാസിനെതിരെ നിൽക്കുക. എല്ലാ ആണുങ്ങളായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ വന്നത് LGBTQ കമ്മ്യൂണിറ്റീനെയാണ് ടാർഗറ്റ് ചെയ്യുക. അതെങ്ങനെയാന്ന് പറഞ്ഞാല് വ്യക്തമായിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റിയാസ് സലീം അവിടെ വന്നിട്ട് പുള്ളിക്കാരന് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനോട് ഭയങ്കര കലിപ്പായിരുന്നു. പുള്ളിക്കാരൻ സംസാരിച്ചു. അതിനകത്ത് ഇവള് എന്തോ തിരിച്ചു പറഞ്ഞപ്പോ അത് വലിയ മാസായിട്ട് ഇവിടെ കാണിച്ച് ഞാൻ വീഡിയോ കണ്ടു. ഞാൻ ഇറങ്ങിയപ്പോ മാസ് കാണിച്ചതും ഒരിട്ടും മാസമായിരുന്നുള്ള വിഷയമായിരുന്നില്ല. കാരണം അത് BGM കയറ്റി ഒരു പാട്ട് കയറ്റി ഒരു ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ അതിനെ മാസാക്കാൻ കാണിക്കാൻ പറ്റും എന്നുള്ളത് അവരുടെ PR ടീമിന്റെ മാത്രം ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആർക്കും ആ ഗെയിമിനുള്ളിൽ അങ്ങനെ തോന്നിയില്ല. കാരണം ഈ ലക്ഷ്മിയുടെ സൗണ്ട് തന്നെ ആരും കേൾക്കാറില്ല. വോളിയം കൂട്ടി ടാസ്ക് തന്നെ ഏറ്റവും ബോറായിട്ട് കളിച്ചതും ലക്ഷ്മിയാണെന്നുള്ളതാണ്. കാരണം ടാസ്കിന്റെ സൗന്ദര്യത്തെ, കാരണം വലിയൊരു റോള് കൊടുത്തിട്ട് പോലും ആ റോള് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ഗെയിമറാണ് ലക്ഷ്മി അതിനകത്ത്. അതെ. ലക്ഷ്മി ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലക്ഷ്മി ജനറൽ മാനേജറായിട്ട് നിന്നിട്ട് അപ്പൊ എന്റെ മറ്റേ വിഷയത്തിൽ നിന്ന് ലക്ഷ്മി മറ്റേ സോറിയൊക്കെ പറഞ്ഞ് മുട്ടുമടക്കി ഭയങ്കര ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഈ ഹോട്ടൽ ടാസ്ക് വരുന്നത്. അപ്പൊ ഈ ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴത്തേക്കും ലക്ഷ്മി ഉടനടി ഞാനാണ് ആ ഹോട്ടൽ ടാസ്കിൽ ലൈക്ക് സ്റ്റാർസ് ഒക്കെ കിട്ടി വീണ്ടും ക്യാപ്റ്റൻസിയിൽ നോമിനേഷൻ റിയാസ് ഇട്ടിട്ട് ഞാൻ ക്യാപ്റ്റൻ ആവുന്നത് നെക്സ്റ്റ് വീക്ക്. അപ്പൊ ലക്ഷ്മിക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല.
ഈ ടാസ്ക് മര്യാദയ്ക്ക് കളിച്ചാൽ മതി. അന്ന് ആ ടാസ്ക് കളിക്കോ ഇല്ല. ഈ പറഞ്ഞ പോലെ ആ ടാസ്ക് കളിച്ചുമില്ല. അതിനകത്ത് സ്റ്റാർ കൊടുക്കേണ്ടത്, അതായത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു എന്താണ് അതിന്റെ പേര്, ഒരു റോള് ബിഗ് ബോസ് കൊടുത്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. ആ സ്റ്റാർ ആർക്ക് കൊടുക്കണം, ആ സ്റ്റാർ ആർക്ക് കൊടുക്കണ്ട. പുള്ളിക്കാരത്തി അപ്പോഴും ഗെയിം കളിച്ച്, ഈ പറഞ്ഞ പോലെ സ്റ്റാർ ഒക്കെ കൊടുക്കുന്നതിലും ഗെയിം കളിച്ച്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒന്നും ഉറപ്പായിട്ടും നടന്നില്ല. ഒനിൽ ഒന്നും നമ്മൾ വലിയൊരു ആ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഒരു മാധ്യമത്തിൽ കൊടുത്തിരുന്നു, ഈ പറഞ്ഞ പോലെ ഇവർ നാളെ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ഐഡന്റിഫൈ ചെയ്ത് വന്ന് പ്രണയിച്ചാലൊക്കെ തന്നെ എങ്ങനെയായിരിക്കും നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യന് മാത്രമേ പ്രണയിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റേതെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ അത് മാനസിക രോഗം തന്നെയാണ്, അത് ചികിത്സിച്ച് മാറ്റേണ്ട കാര്യമാണ്. പക്ഷേ എൻ്റെ പരിചയത്തിലുള്ള ഒരു LGBT മനുഷ്യനും ഇത്തരത്തിലൊരു പ്രണയം നടിച്ചിട്ടില്ല, കാണിച്ചിട്ടുമില്ല. എൻ്റെ പരിചയത്തിൽ മറ്റങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ഒനിയലിൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും, ഒനിയലിന് കുറച്ചധികം LGBT മനുഷ്യരുമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണ്. അപ്പം ഒനിയൽ ലൈഫിൽ എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു പ്രണയത്തെ കാണുകയോ ഇല്ലെങ്കിൽ അത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാനോ സാധ്യത ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ ഇല്ല. പറഞ്ഞ പിന്നെ പോലെ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഒരു ലക്ഷ്മി ആളെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? അത് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്ന് പഠിക്കുന്ന വിവരം പഠിക്കുന്ന, അതെ, വെച്ചിട്ട് നമ്മൾ ഉറപ്പാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ പറഞ്ഞ സർഫസ് ലെവൽ നോളജ് എന്ന് പറയും, അതായത് സൂപ്പർഫിഷ്യൽ. ഞാൻ എപ്പോഴും പറയും സൂപ്പർഫിഷ്യൽ നോളജ് വെച്ചിട്ട് നമ്മൾ ഡെപ്ത് ഒന്നും ഇല്ല അതിനകത്ത്. ലക്ഷ്മിയോട് തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂവിൽ തിരിച്ചു ചോദിക്കാനുള്ള കഴിവും അവർക്ക് ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഒരു ഉദാഹരണം പറയൂ, അല്ലെങ്കിൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് പറയൂ, ഇവിടെ നടക്കുന്ന കാര്യമാണോ, അതൊന്നും ചോദിക്കുന്നില്ല. ഇത് ചുമ്മാ മാസ് അടിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. അതായത് നമ്മളിപ്പോ ഇന്റർനെറ്റിൽ കണ്ടു കഴിഞ്ഞാല് അമേരിക്കയിൽ ഇപ്പൊ ഇഷ്ടമുള്ള പ്രൊണൗൺസ് ചൂസ് ചെയ്യാം. അപ്പൊ ഉറപ്പായിട്ടും. ഇഷ്ടമുള്ള പ്രൊണൗൺസ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി, ഹിം, ദേ അതെല്ലാം ഈ അതെ. പറഞ്ഞ പോലെ നോൺ ബൈനറി, ബൈനറി, ഇത് കുറെ കാറ്റഗറീസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് see, അത് ഒരു പക്ഷേ ഞാനൊരു മില്ലേനിയലാണ്. ഞാൻ വർക്ക് ചെയ്ത എൻവയൺമെന്റിൽ ആ സമയത്ത് പ്രൊണൗൺസ് ഒന്നും കമ്പൽസറി അല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഐ ഐഡന്റിഫൈ ആസ് എ സ്ട്രേറ്റ് മെയിൽ എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോ അതിന്റെ ആവശ്യം വരുന്നു എന്ന് ഈ ഇപ്പോ ഉള്ള ജെൻ സി അല്ലെങ്കിൽ ജെൻ ആൽഫ തീരുമാനിക്കുകയാണെങ്കിൽ അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ ഒരാൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയത്തിന് പിന്നീടുള്ള മൂവ്മെന്റ് അത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ കൂടി മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് ഇത് വന്നു? ഇപ്പൊ ഈ ഉറപ്പായിട്ടും. പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ടൈം ഒരു മീ ടു കേസ് വരുന്നു. അപ്പൊ ഹാർവി വെയിൻസ്റ്റൈൻ എന്നുള്ള ഒരു മനുഷ്യന്റെ മീറ്റൂവിൽ നിന്നാണ് പിന്നെ പടർന്നത് അതെ, വേറെ വലിയൊരു മൂവ്മെന്റ് തീർച്ചയായിട്ടും. ആയി നമുക്ക് മാറുന്നത്. ഓക്കെ. സമയപരിമിതിയുടെ ഒരു ആ കാരണം കൊണ്ട് മാത്രം ന്യൂസ് 18 അല്ലെ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നുണ്ട്. ഒനിൽ ഒത്തിരി സന്തോഷമുണ്ട്. കുറേ അധികം വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.